ഹായ്, ഞാൻ രാജി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പൂച്ചെടികളെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ കുറച്ച് നാളായി നമ്മൾ വീഡിയോസൊക്കെ ചെയ്തിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഒരുപാട് പൂച്ചെടികൾ നിങ്ങളോട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. സബ്സ്ക്രൈബിൻ്റെ അടുത്തുള്ള ആ ഒരു ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തിടുക. അപ്പോൾ നമ്മുടെ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾ കറക്റ്റായിട്ട് ലഭിക്കുകയും ചെയ്യും. പിന്നെ വീഡിയോ ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക. അപ്പോൾ അതാ ഈ ഒരു പൂച്ചെടി തന്നെ നിങ്ങൾ കണ്ടാലറിയാം എന്ത് ഭംഗിയായിട്ട് പൂത്ത് നിൽക്കുന്ന ഒരു ചെടിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ചെടികളൊക്കെ നമ്മൾ ഒരു പ്രാവശ്യം നട്ട് കഴിഞ്ഞാൽ തന്നെ ഇതിൻ്റെ സീഡ്സുകളൊക്കെ വീണ് പുതിയ ഒരുപാട് ചെടികൾ നമുക്ക് എപ്പോഴും വളർത്തിയെടുക്കാൻ കഴിയും. ഈ ഒരു ചെടിയെ ഞങ്ങളിവിടെ കോഴിപ്പൂ എന്ന് പറയാറുണ്ട്, അതുപോലെ വെൽവെറ്റ് ചെടി എന്നൊക്കെ പറയാറുണ്ട്. അതിൻ്റെ കറക്റ്റായിട്ടുള്ള പേരെന്താണെന്ന് എനിക്കറിയില്ല. ഇത് ആദ്യം കാണിച്ച ചെടിയേക്കാൾ കുറച്ചുകൂടി വ്യത്യാസമുള്ളൊരു ചെടിയാണ് കേട്ടോ. എൻ്റെ ആ ഒരു ലീഫിൽ ഒരു റെഡ് കളറും കൂടി വരുന്നുണ്ട്. ഇപ്പോൾ ഒരു സൺലൈറ്റിൻ്റെ പ്രശ്നം കൊണ്ടാണെന്ന് തോന്നുന്നു ആ ഒരു റെഡ് കളറ് പോയിട്ടുണ്ട്. ഇതൊക്കെ ലന്താന പ്ലാന്റാണ്. ഇതിലും നിറച്ച് പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ. അതായത് നമ്മുടെ നാടൻ വെറൈറ്റിയാണ്, കോമൺ ആയിട്ട് എല്ലായിടത്തും കണ്ടുവരുന്ന ഒരു നാടൻ വെറൈറ്റി തന്നെയാണിത്. അടുത്ത് നമ്മൾ കാണുന്നത് മാരിഗോൾഡാണ്. മാരിഗോൾഡിൻ്റെ ഒരു ക്രീം കളറാണ്. ഇപ്പോൾ വീഡിയോയിൽ എത്രത്തോളം കളർ അറിയാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഇത് നമ്മൾ സീഡ്സ് ഭാഗം മുളപ്പിച്ചെടുത്ത മാരിഗോൾഡാണ്. അപ്പോൾ ഇതും ഒരു പ്ലാന്റാണ് കേട്ടോ. ഈ ഒരു പ്ലാന്റിൽ തന്നെ ഇതുപോലെ നിറച്ച് മൊട്ടുകളും ഒരുപാട് ബ്രാഞ്ചസും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയായിട്ട് പൂത്ത് നിൽക്കുന്ന ഒരു മാരിഗോൾഡാണ്. ഇപ്പോൾ ഈ ഒരു പ്ലാന്റ് മാത്രമല്ല, മാരിഗോൾഡിൻ്റെ ഒരുപാട് പ്ലാന്റുകളുണ്ട്. ഇപ്പോൾ ഓണത്തിന് നിറച്ച് പൂക്കൾ വേണമെന്നുള്ള രീതിയിൽ ഞാൻ നട്ടിരുന്നതാണ്. എന്നാൽ എല്ലാം ഇപ്പോൾ നേരത്തെ മൊട്ടുകളും പൂക്കളൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇതിലിപ്പോൾ പൂക്കളില്ല. ഇന്നലെ ശ്രീകൃഷ്ണ ജയന്തി ആയതുകൊണ്ട് ഞാൻ പൂക്കളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പം എന്താ മൊട്ടുകൾ മാത്രമാണുള്ളത്. നല്ല ഭംഗിയായിട്ട് നിന്നതായിരുന്നു. എന്നാൽ വീഡിയോ എടുത്തിട്ട് എനിക്ക് പൂക്കൾ എടുക്കാനും പറ്റിയില്ല. ഇനിയിപ്പോൾ എന്തായാലും ഒരാഴ്ച കൊണ്ട് വീണ്ടും നിറച്ച് മൊട്ടുകളുണ്ട്. ഒരാഴ്ച കൊണ്ട് തന്നെ ഈ പൂക്കളെല്ലാം വിരിഞ്ഞ് നിൽക്കുന്ന സമയത്ത് വീണ്ടും ഒരു വീഡിയോ ചെയ്യാവുന്നതാണ്. പിന്നെ ഇത് നട്ടത് എൻ്റെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇത് നട്ടത് കുറച്ചൊന്ന് അടുങ്ങിപ്പോയി, അകലം ഒട്ടുമില്ല. അടുത്തതായിട്ട് നമ്മുടെ ഗാർഡനിൽ ഇതുപോലെ നിറച്ച് പൂത്ത് നിൽക്കുന്ന ഒരു ചെടിയാണ് സെലേഷ്യ. അപ്പോൾ സെലേഷ്യയുടെ രണ്ട് കളറാണ് എനിക്കുള്ളത്. ഈ ഒരു യെല്ലോ ഉണ്ട്, അതുപോലെ റെഡ് കളറും ഉണ്ട്. ഇപ്പോൾ റെഡ് കളറിൽ ഫ്ലവറില്ല, എൻ്റെ ഫ്ലവറൊക്കെ കഴിഞ്ഞ് പ്ലാന്റ് നശിച്ചു പോയി. എൻ്റെ സീഡ്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അടുത്തതായി ഒരു യെല്ലോ കളറാണ് നമ്മുടെ ഗാർഡനിൽ ഇപ്പോൾ നിറച്ച് പൂക്കളായിട്ട് നിൽക്കുന്നത്. ഈ ഒരു യെല്ലോ കളർ ഇതിൻ്റെ ഏത് കളറുണ്ടെങ്കിലും ഏറ്റവും ഭംഗിയായിട്ടുള്ളത് ഒരു യെല്ലോ കളർ തന്നെയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ ഒരു യെല്ലോ കളർ തന്നെയാണ്. നിറച്ച് പൂക്കളൊക്കെ ആയിട്ട് നിൽക്കുന്ന ഈ ഒരു സെലേഷ്യ പ്ലാന്റ് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ചെടി തന്നെയാണ്. ഈ ഒരു ചെടിയും നമ്മൾ ഒരു പ്രാവശ്യം ഒരു പ്ലാന്റ് പിടിച്ചു കഴിഞ്ഞാൽ തന്നെ ഇതിൻ്റെ സീഡ്സുകൾ നിലത്തൊക്കെ വീണ് കഴിഞ്ഞ് വീണ്ടും അവിടെ തന്നെ ഒരുപാട് തൈകളൊക്കെ വന്ന് നിറച്ച് പൂക്കളാകുന്ന ഒരു ചെടി കൂടിയാണ് ഈ ഒരു സെലേഷ്യ പ്ലാന്റ്. അടുത്ത് നമുക്ക് നിറച്ച് പൂക്കൾ തരുന്ന ഒരു ചെടി തന്നെയാണ് സീനിയ ചെടികൾ. അപ്പോൾ സീനിയ ചെടികളുടെയും ഒരുപാട് കളർ വെറൈറ്റീസ് അവൈലബിൾ ആണ്. ഇപ്പോൾ എൻ്റെ കയ്യിലൊരു 3-4 കളർ വെറൈറ്റീസ് ഉണ്ട്. സിംഗിൾ പെറ്റൽസും അതുപോലെ മൾട്ടി പെറ്റൽസും ഉണ്ട്. അപ്പോൾ ഇതും നമുക്കെന്താണ് നിറച്ച് സീഡ്സുകളൊക്കെ തരുന്ന ഒരു ചെടി തന്നെയാണ് ഈ ഒരു സീനിയയും. ഈ സീനിയയുടെ പിങ്ക് കളറാണ് ഇപ്പോൾ കാണുന്നത്. ഈ കാണുന്നത് സിംഗിൾ പെറ്റലിൻ്റെ സീനിയ ചെടിയാണ്. അതുപോലെ തന്നെ നല്ല അടുക്ക് സീനിയ ചെടികളുമുണ്ട്. മൾട്ടി പെറ്റലിൻ്റെ സീനിയ ചെടികളും ഇവിടെയുണ്ട്. ഈ കാണുന്നത് നല്ല റെഡ് കളറിലുള്ള ഫ്ലവറുള്ള സീനിയ ചെടിയാണ് കേട്ടോ. ഇതുപോലെ ഈ സീഡ്സുകൾ നമ്മൾ കളക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും പുതിയ തൈകളെയൊക്കെ വളരെ എളുപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ഇതുപോലെ വൈറ്റ് കളറുള്ള സീനിയ ചെടിയാണിത്. നമ്മുടെ ഗാർഡൻ മനോഹരമാക്കുന്ന അടുത്ത ഭംഗിയുള്ള ഒരു ചെടിയാണ് ഈ ബോൾസം ചെടി. ഈ ബോൾസം ചെടിയുടെയും ഒരുപാട് കളർ വെറൈറ്റീസ് അവൈലബിൾ തന്നെയാണ്. ഇതിൻ്റെയും സിംഗിൾ പെറ്റൽസും അതുപോലെ മൾട്ടി പെറ്റൽസും ഒക്കെ ആയിട്ട് ഒരുപാട് ഭംഗിയുള്ള കളർ വെറൈറ്റീസ് ഉണ്ട്. ഇപ്പോൾ എൻ്റെ കയ്യിലൊരു 4-5 വെറൈറ്റീസ് ഇപ്പോൾ ഉണ്ട്. ഈ കാണുന്ന വയലറ്റ്, ഡാർക്ക് വയലറ്റും അതുപോലെ ലൈറ്റ് വയലറ്റും റെഡും ആണ് കൂടുതലായിട്ടുള്ളത്. പിന്നെ ഒരു വൈറ്റ്, അതുപോലെ ലൈറ്റ് പിങ്ക്, അങ്ങനെ ഒരു 4-5 കളേഴ്സ് എൻ്റെ കയ്യിലും അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു ബോൾസം ചെടിയിലും സീഡ്സുകൾ വീണ് നമുക്ക് ഒരുപാട് തൈകളെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ചെടി തന്നെയാണ്. ഇതാണ് ലൈറ്റ് കളറിലുള്ള ഒരു ബോൾസം ചെടി. പിന്നെ അതുപോലെ ഈ കാണുന്ന റെഡ് കളറും ഉണ്ട്.
റെഡ് കളറൊക്കെ പണ്ട് മുതലേ കോമൺ ആയിട്ട് എല്ലായിടത്തും കണ്ടുവരുന്നതാണ്. എന്നാൽ ഇപ്പോൾ അതിൽ മൾട്ടി കളറൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. അത് ഞാൻ സീഡ്സുകളൊക്കെ വാങ്ങി, പക്ഷേ അതെന്താണ് പിടിച്ച് കിട്ടുന്നില്ല. ഈ ഒരു ചെടിയും നമ്മുടെ ഗാർഡനിൽ ഭംഗി കൂട്ടാൻ പറ്റിയ ചെടി തന്നെയാണ്. അതുപോലെ ഇന്ന് കാണിച്ചിട്ടുള്ള ചെടികളൊന്നും തന്നെ ഞാൻ ചട്ടിയിലൊന്നുമല്ല നട്ടിട്ടുള്ളത്, എല്ലാം നേരിട്ട് തറയിൽ തന്നെയാണ് നട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ചെടികൾ നല്ല ആരോഗ്യത്തോടു കൂടി തന്നെ വളരുന്നുണ്ട്. എല്ലാം നല്ല ഹെൽത്തി ആയിട്ട് തന്നെയാണ് ഈ പ്ലാന്റുകളെല്ലാം നിൽക്കുന്നത്. അടുത്ത നമുക്ക് ഒരു കെയറും കൂടാതെ വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു ചെടിയാണ് ഇതായി കാണുന്ന ടൊറേനിയ അഥവാ കാക്കപ്പൂ എന്നൊക്കെ പറയുന്ന ഈ ഒരു ചെടി. ഇതിൻ്റെയും 2 കളർ വെറൈറ്റീസ് ഇവിടെയുണ്ട്. ഇത് നമുക്ക് നിറച്ച് പൂക്കൾ തരുന്ന ഒരു ചെടി തന്നെയാണ്. ഈ ഉണങ്ങി കാണുന്നതാണ് ഇതിൻ്റെ സീഡ്സുകളൊക്കെ. ഇത് പാകമായിട്ടില്ല. അടുത്തതായി ഒരു വാടാമല്ലിയും നമുക്ക് പൂക്കൾ കിട്ടുന്ന ചെടി തന്നെയാണ്. പിന്നെ ഈ കാണുന്ന ചെടിയുടെ പേരറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുക. ഇതിൽ നിറച്ച് പൂക്കളൊക്കെ ഉണ്ട്. ഇത് പൂക്കൾ നന്നായിട്ട് വിരിഞ്ഞിട്ടില്ല കേട്ടോ, ഇത് മുട്ടായിട്ട് വരുന്നതേ ഉള്ളൂ. ഇനി ഇത് വിരിഞ്ഞു വരുമ്പോൾ കുറച്ചുകൂടി ഭംഗിയായിരിക്കും. അപ്പോൾ ഇന്ന് കാണിച്ചിട്ടുള്ള എല്ലാ പൂക്കളെയും ചെടികളെയും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ഗാർഡനിങ് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തുകൂടി കൊടുക്കുക. അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അപ്പോൾ ഇതുപോലെ നല്ലൊരു വീഡിയോയിലൂടെ വീണ്ടും കാണുന്നവരേക്കും ബൈ ബൈ.